എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ശരിക്കും വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഒക്കെ വരാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ആയിരുന്ന CJ ജോയ് സാറിന്റെ മരണത്തോടനുബന്ധിച്ചിട്ട് പല ന്യൂസ് ചാനലുകളിലും അതുപോലെ തന്നെ കമന്റ് ബോക്സുകളിലും കുറച്ചധികം ആളുകൾ ഏതാണ്ടൊക്കെ പടച്ചിറക്കി വിടുന്നത് ആ ഒരു സമയത്ത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ റെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു സമയത്ത് സാധാരണയായി ജനങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറയുകയാണെങ്കിൽ, കാള പെറ്റൂന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറെടുക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളാണ്. അതായത് അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്ന സമയത്ത് ആ ഒരു റെയ്ഡ് പേടിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കുറച്ചധികം ചാനലുകളിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വേറെ കുറച്ച് അധികം ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ആരെങ്കിലും, അതായത് ആ റെയ്ഡിന് വന്നവരിൽ നിന്ന് തന്നെ ആരെങ്കിലും ചിലപ്പോൾ നിറയൊഴിച്ചതാവാം. അതുപോലെ തന്നെ അതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്, അവിടെ അദ്ദേഹത്തെ അതീവ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയത് മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്തു പോയതാണ് എന്ന് പറയുന്ന ചിലരുണ്ട്. എന്നാൽ അത്തരത്തിലല്ലാതെ തന്നെ അവിടെ എന്തൊക്കെയോ നടന്നു. അപ്പൊ ആ ഒരു റെയ്ഡിന് വന്ന ആളുകളെ ശരിക്കും കൊടയണം, അവരെ പിടിച്ച് ചോദ്യം ചെയ്യണം. അവര് അമിതമായിട്ട് കൊടുത്ത സമ്മർദ്ദം താങ്ങാനാവാതെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ചെയ്തത് എന്നൊക്കെയുള്ള കമന്റുകളും പിന്നെ അല്ലാതെ തന്നെ ചർച്ചകളും നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതേക്കുറിച്ചിട്ടൊന്നും പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ ഇങ്ങനെ പറയുന്നതിനോട് എനിക്ക് ഒരുപാട് താല്പര്യമുള്ള കാര്യമല്ല. എന്നാലും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയധികം കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി കുറച്ചധികം റെയ്ഡ് നടന്നു എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓരോ വ്യക്തികളും ജീവിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപ്പാട് പെടുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് കോടീശ്വരന്മാരിൽ കോടീശ്വരനായിട്ടുള്ള ഈ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ, അപ്പോ വെറുതെ എന്തായാലും അങ്ങനെ ചെയ്യാനായിട്ട് ഒരു സാധ്യതയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ ആ സമയത്തും ഈ സമയത്തും വിശ്വസിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ, പല കോടീശ്വരന്മാരുടെയും പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവർ സാധാരണക്കാർ അറിയണമെന്നൊന്നുമില്ല. അതൊക്കെ എപ്പോഴും അതീവ രഹസ്യമായിട്ട് തന്നെ തുടരും. ശരിക്കും ഒരു റെയ്ഡ് ഭയന്ന് അദ്ദേഹത്തിന് അത്തരത്തിൽ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്ന് വെച്ചാൽ, ഇവർ നടത്തുന്ന ബിസിനസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നമ്മുടെ പെട്ടിക്കടകളും മുറുക്കാൻ കടകളിൽ ഇരുന്ന് ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള പരിപാടികളും കാര്യങ്ങളും ലോട്ടറി കച്ചവടം പോലുള്ള സംഭവങ്ങളൊന്നും അല്ല അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോടികളിട്ട് അമ്മാനമാടിയിട്ടുള്ള ബിസിനസ്സുകളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ ജോയി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അഭിമാനിയായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും കാലം നല്ലൊരു പേരില് ഗുഡ് സർട്ടിഫിക്കറ്റിൽ നിന്നിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദുഷ്പേരുണ്ടാവും എന്ന് ഭയന്നായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് എനിക്ക് ആ ഒരു സമയത്തെ തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എത്ര 100% നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. നമുക്ക് ആരെയും അത്ര കണ്ണടച്ച് 100ൽ 100% മാർക്കും കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. എന്തോ ഒരു വിഷയം ഉണ്ടായിരിക്കാം എന്നുള്ള ആ ഒരു ഇത് എനിക്ക് ആ ഒരു സമയത്ത് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, റെയ്ഡിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. പലരും റെയ്ഡ് നടത്തിയ ആളുകളെ റെയ്ഡ് നടത്തി സമ്മർദ്ദത്തിൽ ആഴ്ത്തിയത് കാരണമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് കേട്ടു. അതുപോലെ അത്തരത്തിലുള്ള കമന്റുകൾ ഒരുപാട് വരുന്നത് കണ്ടു. ഈ ഒരു റെയ്ഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പല ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ റെയ്ഡ് അത്രയധികം സമ്മർദ്ദത്തിൽ ആഴ്ത്തിയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അതായത് റെയ്ഡ് നടത്തിയ ആളുകളെ പിടിച്ച് കൊടയണം എന്നുള്ള രീതിയിൽ പലരും വീഡിയോസ് ഒക്കെ ചെയ്തും അതുപോലെ തന്നെ കമന്റ് ഇട്ടും ഒക്കെ കണ്ട ഒരു കാര്യമാണ്. അവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, റെയ്ഡ് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും അവരവരുടെ ഡ്യൂട്ടി തന്നെയല്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 5 ദിവസം റെയ്ഡ് നടത്തിയാലും 10 ദിവസം റെയ്ഡ് നടത്തിയാലും ഇനി എല്ലാ ദിവസവും റെയ്ഡ് നടത്തിയാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കും ഇല്ലെങ്കിൽ നമുക്ക് നെഞ്ച് വിരിച്ച് നിൽക്കാം, എവിടെയും നിൽക്കാം. അതിന് നമ്മൾ ആരെയും ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ ഒരു ഫോൾട്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ കാത്തു സൂക്ഷിച്ച അവരുടെ ആ ഒരു ഇമേജിന് കോട്ടം തട്ടും എന്നുള്ള ഒരു സാഹചര്യം വന്ന് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം സ്വയം ജീവിതം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തിനാണ് റെയ്ഡ് നടത്തിയ ആളുകളെ കുറ്റം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ ചെയ്തത് അവരുടെ ഡ്യൂട്ടിയല്ലേ. പിന്നീട് കുറച്ച് അധികം ആളുകൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിട്ടും അവിടെ റെയ്ഡ് തുടർന്നു എന്നുള്ളൊരു സംഭവം കൂടി കേൾക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അവർ എന്തിനാണോ റെയ്ഡ് നടത്തിയത്, എന്ത് ഉദ്ദേശത്തിലാണോ നമുക്കറിയാം. ജോയ് സാറിനെ പോലുള്ള അത്രയും പ്രഗത്ഭരായിട്ടുള്ള കേരളം ഒട്ടുക്ക് ബഹുമാനത്തോടു കൂടി മാത്രം കാണുന്ന ആളുകളുടെയൊക്കെ അടുത്തേക്ക് പോയി ഇതുപോലെ റെയ്ഡ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും തക്കതായിട്ടുള്ള കാരണം ഉണ്ടാവാം. അല്ല വെറുതെ പോയി ഒരു റെയ്ഡ് നടത്തിയിട്ട് തിരിച്ചു വരാനൊന്നും പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസിന്റെ പേരിലായിരിക്കണം അവരത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഉദ്യോഗസ്ഥരെ പറയുന്നത്?
റെയ്ഡ് നടത്തിയത് കൊണ്ട് മാത്രം ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒളിക്കാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭയം തോന്നേണ്ട കാര്യമുള്ളൂ. ഒന്നും ഒളിക്കാനില്ലാത്ത ഒരാൾക്ക് ഭയം തോന്നേണ്ട യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ എന്തായാലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വിമർശിക്കുന്നതിനോടും കുറ്റം പറയുന്നതിനോടും കരിവാരി എറിയുന്നതിനോടൊന്നും തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്നാൽ പോലും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ, അതായത് കേരളക്കര മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ജോയ് സാറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കുറിച്ചിട്ട് 2 വാക്ക് എനിക്ക് പറയണമെന്ന് തോന്നിയത്. ഒരുപാട് ആളുകൾ ഇതേക്കുറിച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പലരും പറയുന്ന വാക്കെന്ന് വെച്ചാൽ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി കൊലപ്പെടുത്തി കേന്ദ്ര ഏജൻസികൾ എന്നൊക്കെയാണ്. പലരും ആ ഒരു സംഭവത്തെ ഇത്തരത്തിൽ കാണുന്നതിന്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരിൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭരിക്കുന്ന സർക്കാർ BJP ആയതുകൊണ്ടും കേന്ദ്രത്തിൽ നിന്നും വന്ന ഒരു റെയ്ഡ് ആയതുകൊണ്ടും ഇത് ശരിക്കും ആഘോഷിക്കുന്ന ചില ആളുകളുണ്ട്. അതായത് റെയ്ഡ് നടത്തിയ ആളുകളുടെ കയ്യിലാണ് തെറ്റ്. ഒരു പക്ഷേ ജോയ് സാറിന്റെ ആ ഒരു തോക്ക് പിടിച്ചു പറിച്ച് ആ വന്ന കൂട്ടത്തിൽ ആരെങ്കിലും വെടിവെച്ചതാവാം എന്ന് വരെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഡയറി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡയറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം 9 പേജുകൾ, ആ ഒരു 9 പേജിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, എങ്ങനെ ഇനി മുന്നോട്ട് ഈ ഒരു സ്ഥാപനം കൊണ്ടുപോകണം, അതുപോലെ തന്നെ ആർക്കൊക്കെ എന്തൊക്കെ ഇടപാടുകളുണ്ട്, പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരുടെ പേരുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു 9 പേജും നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില വാക്കുകളൊക്കെ അതിൽ ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ നമുക്ക് വരാം മറ്റൊരു വീഡിയോയിൽ തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയുടെ ലെന്ത് ഒരുപാടായി പോവും. അപ്പോൾ അതുകൊണ്ട് അതേക്കുറിച്ചിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. പല ആളുകളെയും നമ്മൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല വ്യക്തിയാണ്, വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആളുകളാണ്, വളരെ വലിയ വ്യക്തിത്വത്തിനുടമകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല ആളുകളെ കുറിച്ചിട്ടും ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തായിരിക്കും വെച്ചിരിക്കുന്നത്. പക്ഷെ ആ ഒരു ജനങ്ങൾ നെഞ്ചിലേറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പ്രതിബിംബം പെട്ടെന്ന് വീണുടയും എന്നുള്ള ആ ഒരു ധാരണ വന്നപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവില്ല. നമുക്കറിയാം നമ്മുടെ ലാലേട്ടനെ പോലുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. പിന്നെ നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് കടമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉള്ളതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എന്തായാലും ശരിക്കും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്തും നമുക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതേക്കുറിച്ചിട്ടൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുള്ള എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തരിക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.